ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സാരീസ് എല്ലാം വളരെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാരീസാണ്. അന്ന് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള സാരീസുമാണ്. വൈറ്റ് സാരീസ് ഉണ്ട്, ലൈറ്റ് പാസ്റ്റൽ ഷീറ്റ്സ് ഉണ്ട്, ലൈറ്റ് പീച്ച്, ലൈറ്റ് ലാവൻഡർ, പിന്നെ വൈറ്റ് സാരീസ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ചെക്കോട്ടയുണ്ട്, അതെല്ലാം കോട്ടൺ ചെക്കോട്ടയുണ്ട്, അല്ലാണ്ട് കോട്ടൺ അല്ലാത്ത ചെക്സ് ആയിട്ടുള്ള സാരീസും ഉണ്ട്. രണ്ടെണ്ണം വിത്ത് ബ്ലൗസ് പീസും രണ്ടെണ്ണം വിത്തൗട്ട് ബ്ലൗസ് പീസുമാണ്. എന്ന് വെച്ചാൽ വൈറ്റ് സാരിക്ക് എംബ്രോയിഡറിയുടെ പാറ്റേണിലുള്ള ആ കളറിലുള്ള ബ്ലൗസ് പീസ് ഇടാവുന്നതാണ്, അല്ലെങ്കിൽ വൈറ്റ് ബ്ലൗസ് പീസ് ആയാലും ചേരുന്നതാണ്. അപ്പം ഇതെല്ലാം ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വളരെ ബഡ്ജറ്റിൽ വരുന്നതാണ്. 999 മുതൽ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സാരീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സാരിയാണ് താല്പര്യം എന്ന് വെച്ചാൽ ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ വിളിച്ചാണെങ്കിലും, അല്ലെങ്കിൽ വാട്സപ്പിൽ വെറുതെ സ്ക്രീൻഷോട്ട് ചെയ്യാൻ അറിയത്തില്ലാത്തവരാണെങ്കിൽ വെറുതെ ഇന്ന നമ്പർ സാരി എനിക്കിഷ്ടമാണ്, മേടിക്കാൻ താല്പര്യമുണ്ടെന്ന് ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പം നമ്മുടെ ഡിസ്കൗണ്ട് സെയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറേ സാരീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും മിസ് ചെയ്യാണ്ട് കാണുക. എല്ലാ ദിവസവും ഉണ്ട് എക്സെപ്റ്റ് സൺഡേ. ബാക്കി എല്ലാ ദിവസവും മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും രാവിലെ 10 മണിക്കാണ് നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ തന്നെ സാരി കാണാം. ഓരോരോ സാരീസ് കണ്ടു നോക്കാം. ആദ്യത്തെ സാരി തന്നെ ഒരു വൈറ്റ് ചെക്കോട്ട സാരിയാണ്. അതിനകത്ത് വളരെ ലൈറ്റ് ഷെയ്ഡും കൊണ്ട് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. പള്ളിയിൽ പോകുന്ന ആ ഒരു ആയതുകൊണ്ട് തന്നെ മുന്താണിയുടെ രണ്ട് സൈഡിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബാക്ക് പള്ളിയിൽ തലയിൽ തുണിയിടുമ്പോൾ കാണുന്ന രീതിയിൽ അപ്പുറം ഇപ്പുറം നടുക്കും ആയിട്ട് നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഡീറ്റെയിൽഡായിട്ട് എവിടേക്കാണ് ഡിസൈൻ വരുന്നതെന്ന് കണ്ടു നോക്കാം. ഇതാണ് സാരിയുടെ മുന്താണിയിൽ വരുന്ന പാറ്റേൺ. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ, അല്ലെങ്കിൽ വീറ്റിഷ് ബ്രൗൺ എന്നൊക്കെ പറഞ്ഞാൽ ഡാർക്ക് വീറ്റിഷ് ബ്രൗൺ, ആ കളറാണ് നമ്മുടെ ത്രെഡിൻ്റെ കളറ്. നടുക്ക് ഓഫ് വൈറ്റ് കളർ ത്രെഡും കൊണ്ടാണ് ഫ്രഞ്ച് നോട്ട് ചെയ്തേക്കുന്നത്. ലീവ്സ് ആണെങ്കിലും വളരെ ലൈറ്റ് കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലീവ്സും ചെയ്തിരിക്കുന്നത്. ലീവ്സ്, സാറ്റിൻ സ്റ്റിച്ച്, ഇതെല്ലാം ഫില്ലിംഗ് സ്റ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ, ഒരു കുഞ്ഞു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുന്താണിയുടെ ഒരു സൈഡിൽ നടുക്കും ഇതുപോലെ തന്നെ ഒരു പാറ്റേൺ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ഒരു പാറ്റേൺ വരുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ 3 ഫ്ലവേഴ്സാണ് ഇതിൻ്റെ മുന്താണിയിൽ വരുന്നത്. ഇങ്ങനെ രണ്ട് സൈഡിലും ഒരു ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് മുന്താണിയുടെ അപ്പുറത്തെ സൈഡിലും ഒരു ഡിസൈൻ. അങ്ങനെ 3 ഫ്ലവർ പാറ്റേൺ ആണ് നമ്മുടെ മുന്താണിയിൽ വരുന്നത്. ഇതുപോലെയാണ് വരുന്നത്. പിന്നെ റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈനാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് വരുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 3 ഡിസൈൻസാണ് റണ്ണിങ് പോർഷനിൽ നമ്മൾ ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. 3 ഡിസൈൻ ഇതുപോലെ ഷോൾഡർ പ്ലീറ്റിലുണ്ട്. അപ്പോൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഡിസൈനും ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ 8 ഡിസൈനാണ് ഇതുവരെ വരുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരെണ്ണം, മുന്താണിയിൽ 3 എണ്ണം, പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ 3 എണ്ണം, റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1199 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത സാരി വൈറ്റ് ചെക്കോട്ട തന്നെ. അതിൻ്റെ അകത്ത് ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കും ലാഷും വൈറ്റും കൂടെ വരുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്ത് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല തിക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. നടുക്ക് ലൈറ്റ് ബ്രൗൺ കളർ ത്രെഡും കൊണ്ടാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തിരിക്കുന്നത്. അത് 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് മുന്താണിയുടെ ഒരു വശത്ത്. നടുക്ക് അതിൻ്റെ ഒരു കുഞ്ഞു പാറ്റേൺ ആണ്. ഫുൾ ഫ്ലവർ പാറ്റേൺ ഇല്ല. മറുവശത്തും ഒരു കുഞ്ഞു പാറ്റേൺ ആണ്. ഈ സെയിം പാറ്റേൺ ആണ് നടുവശത്തും അപ്പുറവശത്തും നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം മുന്താണിയിൽ മൊത്തത്തിൽ 3 പാറ്റേൺസ് ആണ്. ഇങ്ങനെ ഒരു പാറ്റേൺ മറു സൈഡിൽ കാണുന്ന പോർഷനിൽ, ബാക്കി 2 പോർഷനിലും ഇതുപോലത്തെ കുഞ്ഞു പാറ്റേൺസുമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിലും ഇതുപോലത്തെ തന്നെ ഒരു കുഞ്ഞു പാറ്റേൺ ആണ് നമ്മൾ റണ്ണിങ് പോർഷനിലും തയ്ച്ചിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ വരുന്ന ഡിസൈനാണ് ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് വരുന്നത്. ഒരു വലിയ ഡിസൈൻ, പിന്നെ ഒരു കുഞ്ഞു ഡിസൈൻ, പിന്നെ ഒരു വലിയ ഡിസൈൻ. ഇങ്ങനെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലത്തെ 3 ഡിസൈനാണ് ഈ സാരിയിലുള്ളത്. വലിയത് 3 എണ്ണവും കുഞ്ഞത് 4 എണ്ണവുമാണ് ഉള്ളത് ഈ സാരിയിൽ.
കുഞ്ഞത് ഇതുപോലത്തെ 4 ഡിസൈനാണ് ഉള്ളത്. റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം, ഷോൾഡറിൽ ഒരെണ്ണം, പിന്നെ പല്ലുവിൽ 2 എണ്ണം. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1199 ആണ്. അടുത്ത സാരി ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. അതിൻ്റെ അകത്തൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. കടായി കമ്മൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റിച്ച് പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 2 ലെങ്ത് അത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന സ്റ്റിച്ചാണ്. നടുക്കൊരു ബീഡുമാണ് വെച്ചിരിക്കുന്നത്. സ്റ്റെം ആൻഡ് ലീഫ് തയ്ച്ചിരിക്കുന്ന മൾട്ടി ഷെയ്ഡ് ത്രെഡ് ഡബിൾ ഷെയ്ഡ് ത്രെഡ് ഗ്രെയിൻ യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള എംപോസ് ചെയ്തിരിക്കുന്ന വർക്കാണ്. കാണാൻ നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. കളർ കോമ്പിനേഷൻ ആണെങ്കിൽ ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല, സെറ്റിലായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഇത് കോട്ടൺ ചെക്ക് കോട്ടയല്ല, പക്ഷേ ചെക്കായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് മുന്താണിയിൽ അങ്ങനെ ഒരു ഡിസൈൻ, ഇതിൻ്റെ മറു സൈഡിൽ ഡിസൈനൊന്നും ഇല്ല മുന്താണിയിൽ. റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ പാറ്റേൺ ആണ് തയ്ച്ചിരിക്കുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ ഇത് ഇതുപോലെയാണ് വരുന്നത്. ഒരു വലിയ ഡിസൈൻ, അതുപോലെ തന്നെ കുറച്ച് ഡിസ്റ്റൻസ്, ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഒരു വലിയ ഡിസൈൻ, അങ്ങനെ 2 വലിയ ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട് മുഴുവൻ കവർ ചെയ്ത് നിൽക്കും. ബീഡ് വർക്കും പ്രൊജക്ഷനുള്ള വർക്കും ആയതുകൊണ്ട് നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ തെറിച്ച് നിൽക്കുമല്ല, നല്ല എടുപ്പുള്ള ഒരു വർക്കാണ്. ഇതിന് വിത്ത് ബ്ലൗസ് പീസാണ്. സെയിം മെറ്റീരിയലിൽ തന്നെ സ്ലീവിൽ ഒരു സിമ്പിളായിട്ടുള്ള എംബ്രോയ്ഡറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് സ്ലീവിൽ വരുന്ന എംബ്രോയ്ഡറി. ഇതാണ് സ്ലീവിൽ ഒരു കുഞ്ഞ് ഫ്ലവർ പാറ്റേൺ ആണ് സ്ലീവിൽ വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 1199 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു പീച്ച് കളർ സാരിയാണ്, ചെക്ക് സാരിയാണ്. അതിൻ്റെ അകത്ത് ബ്ലൂവിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിൽ ലൈറ്റ് ഗ്രീൻ ലീവ്സുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആണ്. ഇതുപോലത്തെ ഒരു ഫ്ലവർ പാറ്റേൺ കഴിഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റൻസ് മുന്താണിയിലൊരു ഡിസൈൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോർഡറിൽ കൂടി ഇങ്ങനെ ഡിസൈൻ പൊയ്ക്കൊണ്ടിരിക്കുക. 2 എണ്ണം റണ്ണിങ് പോർഷനിലുണ്ട് ഇതുപോലെ. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ സിംഗിൾ ഫ്ലവർ പാറ്റേൺസ് 5 എണ്ണമാണ് അടുപ്പിച്ച് തയ്ച്ചിരിക്കുന്നത്. ഒരു 4 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ ഒരു പാറ്റേൺസ് പോയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് മുഴുവനായിട്ട് ഈ ഒരു പാറ്റേൺ വരും. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഈ പാറ്റേൺ ഇല്ല, പക്ഷേ ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസിൻ്റെ അകത്ത് ഈ സെയിം കളർ പാറ്റേൺ നമ്മൾ ബ്ലൗസ് പീസിലും തയ്ച്ചിട്ടുണ്ട്. ബ്ലൗസ് പീസിൽ ഇത് ഇതുപോലെയാണ് വരുന്നത് പാറ്റേൺ. ഇങ്ങനെയായിരിക്കും ബ്ലൗസ് പീസിലും വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 999 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പം ഇന്നത്തെ 4 സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താല്പര്യമുള്ള ഏത് സാരിയാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.